ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കും ചോറിനുമുള്ള സ്പെഷ്യൽ വൺ പയർ കറി റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് അടക്കാം. ഒരു കുക്കറിൽ 1 കപ്പ് വൺ പയർ എടുക്കുക. നമ്മളിവിടെ 8 മണിക്കൂർ കഴുകി കുതിർത്ത് വെച്ച പയറാണ് എടുത്തിരിക്കുന്നത്. പയർ വേവിക്കാൻ 1/2 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. നന്നായി ഇളക്കുക. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിക്കുക. ഓരോ കുക്കറിനും പാചക സമയം വ്യത്യസ്തമായിരിക്കും. 2 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. തുറക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറക്കാം. വൺ പയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, 4-5 കറിവേപ്പില, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ ചേർക്കുക. കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി കുക്കറിൽ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കുക. 1/2 കപ്പ് ചൂടുവെള്ളവും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. നന്നായി ഇളക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം വേവിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ? 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിയതിന് ശേഷം 2 മുറിച്ച 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് 10 സെക്കൻഡ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി 6-7 ചെറിയുള്ളി നീളത്തിലരിഞ്ഞതും 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കുക. 4 മുതൽ 5 മിനിറ്റ് നേരം മീഡിയം തീയിൽ ചെറുതായി ഗോൾഡൻ നിറമാകുന്നത് വരെ വഴറ്റുക. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം വേവിക്കുക. ഇനി അത് കറിയുടെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഈ സമയം ഇളക്കരുത്. ഇളക്കുന്നതിന് മുമ്പ് മൂടി അടച്ച് കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും കഴിയണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായി ഇളക്കാം. ചപ്പാത്തിക്കും ചോറിനുമുള്ള സ്പെഷ്യൽ വൺ പയർ കറി റെസിപ്പി തയ്യാർ. ഈ അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 6 പേർക്ക് കഴിക്കാനുണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.